തങ്കം ഞാൻ ഇറങ്ങുവാണേ. ഇതെന്ത് കളറാ? കാക്കി. ഇതെന്ത് കളറാ? എടീ നൂല് ആ കളർ കിട്ടൂലേ? അല്ലേ വെള്ളം വെച്ച് തയ്ക്കണായിരുന്നു? നിങ്ങളുടെ പെങ്ങള് തയ്ച്ചതാ. ആണോ? പിന്നെ കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമില്ലല്ലേ? ഇത്രയും സൂക്ഷ്മ പരിശോധനയൊക്കെ നടത്താൻ അവിടെ ആള് നിൽപ്പുണ്ടോ അതിന്റെ ബട്ടണില് കളർ എന്തെന്ന്? അല്ല അങ്ങനെയല്ലേ, ഇടുമ്പോ ഒരു ചേർച്ച വേണ്ടേ? പിന്നെ അവള് വെച്ചാ അവന്റെ കുഴപ്പമില്ല. എന്തിനൊക്കെ ചേർച്ച വന്നാലും നീയല്ലേ ഇടുന്നതൊക്കെ. അല്ലെ ഇപ്പൊ നിന്റെ മറ്റേ പിയ വരാറില്ലേ വണ്ടിയും കൊണ്ട്? അവൻ രാവിലെ അവിടെ കൊച്ചുകളെ കൂട്ടിട്ടേ വരുള്ളൂ. പിന്നെ നീ എങ്ങനെ പോകും? ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓഫീസിലോട്ട് പോണത്? എനിക്ക് നടന്നു പോകാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വരുന്ന ആൾക്കാരുടെ കൈ കാണിച്ച് കയറി പോകും, അല്ലെങ്കിൽ വേറെ ബസ് വന്ന് അതിൽ കയറി അങ്ങ് പോകും. അങ്ങനെയൊക്കെ പോകാൻ കാലിന് വല്ല കുഴപ്പമുണ്ടോ? കാലിന് കുഴപ്പമുള്ളതല്ല, പിന്നെ അങ്ങോട്ട് ഹംസൊക്കെ പിടിച്ചു ചേർത്തും. വലതോട്ട് പോയാൽ ആ ഫ്രൂട്ട്സ് കടക്കാരെ പിടിച്ചു ചേർത്തും. എന്ത് കാര്യം? പറ്റിയിട്ട് പൈസ കൊടുക്കണ്ടേ? എന്തിനാണ് ഇവന്മാരുടെ അടുത്തൊക്കെ പറ്റു വയ്ക്കാൻ പോണത്? നാണക്കേടല്ലേ? പിന്നല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. നീ കൊടുക്കാനുള്ള പൈസയാണ്. നിന്നെ കാരണമാണ് എനിക്ക് ഇടത്തോട്ടും വലത്തോട്ടും പോകാൻ പറ്റത്. എന്റെ പറ്റു കൊടുക്കാത്തതിന് നീ നാണിക്കേ വേണ്ട. എന്താ എടേ, അവരെനിക്ക് പറ്റു തരണം എന്തുകൊണ്ടാ? എന്നോടുള്ള സ്നേഹം കൊണ്ട്. അത് ഞാൻ സൗകര്യം പോലെ തിരിച്ചു കൊടുക്കുമെന്ന് അവർക്കറിയാം. അതോർത്ത് നീ എന്തിനു വിഷമിക്കുന്നത്? എങ്കിൽ പിന്നെ എന്തിനാണ് അവർ എന്നോട് ചോദിക്കുന്നത്? അതിപ്പോ ഒന്നുമില്ല, നിന്നോട് എന്തെങ്കിലും കൊച്ചു വർത്താനം പറയാൻ വേണ്ടിട്ട് സുഖമാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. നിന്റെ അളിയൻ തരാത്ത പൈസ തരാത്ത ആളുകൾ കേൾക്കാൻ ചോദിക്കുന്നത് ഒരു കൊച്ചു വർത്താനായിട്ട് എനിക്ക് തോന്നിയില്ല. ഇവിടെ അളിയാ, അതൊക്കെ ഇനി നീ കേട്ടിട്ട് അത് ചെവിക്കൊള്ളാതെ പോയാൽ അതൊക്കെ അവർ എന്നോടുള്ള സ്നേഹം കൊണ്ടാ. നിനക്ക് ഇനിയിപ്പോ അത്ര വിഷമാണെന്നുണ്ടെങ്കിൽ നിനക്ക് സൗകര്യം നീ പൈസ കൊടുക്കുന്നത്. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. നീ ആ പൈസ കൊടുത്തരാ അത്ര വിഷമമുണ്ടെങ്കിൽ. എനിക്ക് അതിനെ നേരം. അതെ, ഇതിപ്പോ ഈ കാണിച്ചിട്ട് പോയൊക്കെ വെറുതെ. ചിലപ്പോ ഇപ്പൊ പോണ വഴി തന്നെ കൊടുക്കും. ഇനിയിപ്പോ അവൻ എന്നോട് സ്നേഹം ഇല്ലെങ്കിലും എനിക്ക് അവനോട് ഭയങ്കര സ്നേഹം. ഓ, അവക്ക് ഇഷ്ടമായില്ല. ഓ നാരായണൻ. ഇവിടുത്തെ നമ്മൾ ഈ ബില്ലടയ്ക്കേണ്ട ഡേറ്റ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ. അതെ അതെ അതെ. അപ്പോൾ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അടയ്ക്കുന്ന ഡേറ്റ് കഴിഞ്ഞിട്ട് പൈസ അടയ്ക്കായിരുന്നു. പിന്നെ ഇത് ഫീസ് വരാൻ പറഞ്ഞിരിക്കുക. അതിന് നമ്മൾ അടച്ചാണല്ലോ. അടച്ചായിരുന്നോ? അടച്ച പിന്നെ ഇതിനകത്ത് കാണില്ല. ഞാൻ എന്തായാലും ഊരിക്കൊണ്ട് പോകാൻ പോവാ. ഹലോ, ഞാൻ ഡ്യൂ ഡേറ്റിന് മുന്നേ പൈസ അടച്ച ആളാണ്. ബില്ലടച്ചെങ്കിൽ ലിസ്റ്റിനകത്ത് കാണില്ലല്ലോ. അതെ, ഞാൻ ബില്ല് അടച്ചതാണ്. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യാനാണ് വന്നത്. നിങ്ങൾ ചെന്ന് ഒന്നും കൂടെ അന്വേഷിച്ചിട്ട് വരും. ഞാൻ ബില്ല് അടച്ചതാണ്. ഡ്യൂ ഡേറ്റിന് മുന്നേ അന്വേഷിച്ചു. അടച്ച നമ്മൾ അടച്ചല്ലേ? ബില്ല് അടച്ചിട്ടുണ്ട്. ബില്ല് അടച്ചെങ്കിൽ പിന്നെ ബാമ ഇതിനകത്ത് പേര് വരില്ലല്ലോ. ഇതിനകത്ത് പേര് എഴുതി ഞങ്ങളല്ലോ. അല്ല, അതാണ് നമ്മൾ അവിടെ നോക്കിയപ്പോൾ ലിസ്റ്റിനകത്ത് ഇല്ല. കമ്പ്യൂട്ടറിൽ പോയി ഒന്നുകൂടെ നോക്ക്, അവിടെ കാണും. അല്ലെന്നേ, ഇത് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇത്രയും മെനക്കെട്ട് വരേണ്ട കാര്യം ഉണ്ടാവാം. അത് ഇവിടെ അടച്ചിട്ടുണ്ടല്ലോ. ഒരു ബില്ല് വന്നാൽ 2 പ്രാവശ്യം അടയ്ക്കണ്ടല്ലോ. അതെ. അല്ല സുഹൃത്തെ, ഞാൻ പറയുന്ന മനസ്സിലായി. എനിക്ക് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുള്ളതാണെന്നേ. അപ്പൊ എനിക്ക് രാവിലെ ലിസ്റ്റ് തരും. ഈ പൈസ അടയ്ക്കാത്തവരുടെ വീടുകളിൽ പോയിട്ട് ഫീസ് ഊരിക്കൊണ്ടുവരാനാണ് എന്റെ ജോലി ഇപ്പോ. അപ്പൊ ഞാൻ അതിന് വന്നേക്കാം. ഞാൻ അത് ചെയ്തോട്ടെ. ഹലോ മിസ്റ്റർ, അങ്ങനെ പൈസ അടച്ചിരിക്കുന്ന ഫീസ് തൊടാൻ നോക്കൂല. അല്ല, പൈസ അടച്ചിട്ടില്ലെന്നേ. അടച്ചിട്ടുണ്ടെന്ന് ഞാനല്ലേ കൊണ്ടുപോയി അടച്ചത്. ആട്ടോ പിടിച്ച് ഞാനല്ലേ പോയി അടച്ചത്. അതെ, കൊണ്ടാണ് ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് പോയി അടച്ചിട്ട് വന്നത്. എനിക്ക് തോന്നുന്നു അവിടുത്തെ എന്തോ മിസ്റ്റേക്ക് ആണ്. നിങ്ങൾ ഒന്നും കൂടെ വന്ന് അന്വേഷിച്ചിട്ട് വന്നു. അവിടെ മിസ്റ്റേക്ക് ഞാനല്ലേ അവിടെ ലിസ്റ്റ് അവിടെ തരുന്നത്. അവരുടെ ലിസ്റ്റ് പ്രകാരം ഞാൻ വരുന്നത്. നിങ്ങളെ കൈ തന്നതല്ലേ? അതെ. അപ്പൊ തന്നവരോട് ചോദിക്കും. അത് ശരി. അപ്പൊ ഇതിപ്പോ ഞാൻ എന്തായാലും ഫീസ് ചുമ്മാ വീട്ടിൽ കയറി പോക്കത്തെ കാണിക്കണം. എന്റെ വീട്ടിൽ കയറി പോക്കത്തെ ഇറങ്ങി. ഇതെങ്ങനെയുണ്ട്? അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എത്ര പറഞ്ഞാലും ഈ തങ്കത്തിന് മനസ്സിലാവൂല എന്നുള്ളത്. എന്താ? എന്തിനാ ഈ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിടണേ? ചോറിന് ഉപ്പ് വേണ്ടേ? ചോറിന് ഉപ്പാണെങ്കിൽ ഇച്ചിരി വെള്ളം തിളപ്പിച്ചിട്ട് ചോറിന് ഉപ്പ് അല്ലാണ്ട് കിട്ടാ പോരെ? ഉപ്പിട്ടില്ലെങ്കിൽ കുഴപ്പം. എന്താ നല്ല വാച്ച് ഗ്ലീറ്റോ. ഹായ്, ഇതിന് 200 രൂപ ഉള്ളോ? 200 രൂപ അല്ലടി, അത് $200 ആ കൊടുത്തേക്കുന്നത്. ഡോളർ ആണോ? ക്ലീറ്റോന് ഇതിന്നൊരു ഫോണല്ലല്ലോ, വാച്ച് മേടിക്കാം ക്ലീറ്റോ. അതെ, ആര് നിന്റെ അപ്പ ഹവീൽദാർ വാങ്ങിച്ചു തരുമോ എനിക്ക്? 200 രൂപയ്ക്കോ 150 രൂപയ്ക്കൊക്കെ വാച്ച് കിട്ടുമോ നോക്കി. അതൊക്കെ പൊട്ട വാച്ചായിരിക്കും. ക്ലീറ്റോന് അതൊക്കെ മതി. ഇതെങ്ങനെയുണ്ട്?
അത് കൊള്ളാം. കൊള്ളാല്ലേ? ഇതിലൊരു പ്രത്യേകത ഉണ്ട് നാത്തുവിനെ. നമ്മുടെ ഫോണിലുള്ള വാട്സാപ്പും ഫേസ്ബുക്കും നമ്പർ ഇതിനകത്തോ? ആ കോളും ചെയ്യാം. ക്ലീറ്റോ ഇതൊരെണ്ണം മേടിച്ചോ? ക്ലീറ്റോന്റെ ഫോണിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതാകുമ്പോ ഫോൺ ചെയ്യണ്ടല്ലോ ഇനി. അയ്യോ ഇതിപ്പോ ഫോണ് തന്നെ റേഡിയേഷൻ എന്ന് പറഞ്ഞ പ്രശ്നമാണ്. ഇനി വാച്ച് കെട്ടിക്കഴിഞ്ഞാൽ അത് റേഡിയേഷൻ കൂടും, പിന്നെ കൈ സ്വാധീനമില്ലാതാവും. കൈ സ്വാധീനമില്ലാതെ ഇടയ്ക്ക് നിനക്ക് 2 തരണ്ടേ? ഇത് ഓർഡർ ചെയ്യട്ടെ. ഇത് ഓർഡർ ചെയ്യട്ടെ. കിട്ടൂലെന്ന് പറയണു. പിന്നെ 3000 രൂപയാ. അയ്യോ വേണ്ടേ. അതെന്തൊരു 200 രൂപ ഉണ്ടെന്ന് അടിച്ചു നോക്കാം. തങ്കം, ഓ ഈ തക്കളി എടുത്ത് എത്ര പറഞ്ഞാലും കുളിച്ചിട്ട് തോർത്ത് അവിടെ കൊണ്ടിട്ടേക്കുക. ക്ലീറ്റോന് ഇപ്പൊ എന്താ പ്രശ്നം? കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടത് തോർത്ത് അവിടെ കിടക്കണത്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യ എന്റെ ക്ലീറ്റോ. ചുമ്മാ നീ ഹരം നോക്കണ്ട, ഞങ്ങള് വഴക്കൊന്നും അല്ല കേട്ടോ. ഞാൻ വഴക്കായിട്ട് തന്നെയാ പറഞ്ഞത്. എവളോട് എന്തെങ്കിലുമൊക്കെ വെണ്ണി പറഞ്ഞ് നിൽക്കണ്ടേ? നീ വഴക്കായിട്ട് പറഞ്ഞ നീ ആദ്യം നിന്റെ മോളെ വഴക്കോരടി തോർത്ത് അവിടെ ഇട്ടേക്കണേ. ക്ലീറ്റോ ചേട്ടാ അന്ന് കൊണ്ട് അങ്ങോട്ട് പുറത്തോട്ട് വിരിച്ചിട്. ഇല്ല നമ്മൾ ആരെങ്കിലും വേണം. തള്ളമാര് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം പിള്ളേർക്ക്. തന്തമാര് പറഞ്ഞു കൊടുക്കുന്നോർത്തൊന്നും സംഭവിക്കാം. ഒരിക്കലും നമ്മള് പറഞ്ഞു കൊടുക്കും. ആ 200 രൂപയുടെ വാച്ച് കിട്ടി. ഇത് ആരാ ഇത് റോങ് നമ്പറും വിളിച്ചിട്ട്? പക്ഷെ ചിലപ്പോ നടക്കത്തില്ല കേട്ടോ. ബാബുട്ടാ എന്തടേ അളിയനോ? ഹായ് അടിച്ചോ? എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ വരാം. നല്ല പ്രശ്നമായോ? ഒടിവുണ്ടോ? ഓ അത് ശരി. ശരി അളിയാണല്ലോ അല്ലേ? ശരി ഞാൻ ദാ വരുന്നു. ബാബുക്കുട്ടന്റെ അളിയൻ എന്ത് പറ്റി? ബാബുക്കുട്ടൻ്റെ അളിയനൊന്നും അല്ല, ഇതാ വരുന്നേ. ബാബുക്കുട്ടൻ്റെ അളിയനുണ്ടോ? ബാബുക്കുട്ടന്റെ അളിയനുണ്ട്, ഒരു തല്ലുള്ളി. ക്ലീറ്റോച്ചന്റെ പാർട്ടിയിലുള്ളതാണോ? പാർട്ടിയിലൊന്നും ഉള്ളതൊന്നും അല്ല. പക്ഷെ അത് എപ്പോഴും ആൾക്കാരോട് കിട്ട് കയറിക്കൊണ്ട് നടക്കുള്ളൂ. അതിന് അടി കിട്ടിയ കാര്യമായിട്ട് പറഞ്ഞു. രണ്ടെണ്ണം കിട്ടട്ടെ. ചീപ്പൊക്കെ എവിടെ കൊണ്ട് വെച്ചു? ഒരു സാധനം നോക്കി എവിടെ കാണൂല. തുടങ്ങി ക്ലീറ്റ പുറത്തോട്ട് ഒരുമിച്ചിട്ട് പച്ചക്കറിയും മേടിച്ചിട്ട് വരണേ. ഞാനിപ്പോ പുറത്ത് പോണ അതിനൊന്നും അല്ല. എവിടെ പോവാ? വേറെ അത്യാവശ്യമുണ്ടോ? എന്ത് ബാബുക്കുട്ടന്റെ അളിയൻ തന്നെ പറ്റി? ബാബുക്കുട്ടൻ്റെ അളിയൻ്റെ പ്രശ്നമൊന്നുമല്ല. പിന്നെ കനകൻ ഏതോ വീട്ടിൽ ഫ്യൂസ് വരാൻ പോയപ്പോൾ ആ വീട്ടുകാരോട് നോക്കോ ഉന്തും തറക്കോ പഴക്കോ എന്തൊക്കെയായി അടിപിടിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ബാബുക്കുട്ടനെ വിളിച്ചത്. അപ്പോൾ ഞാനൊന്നും അങ്ങോട്ട് പോയിട്ട് വരട്ടെ. എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല, പോയി നോക്കിയല്ലേ അറിയൂ. നല്ല അടിയും പഴക്കും ആയി, എന്തോ പൊട്ടലോ ഒടിവോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആർക്ക്? അറിയണേ. അപ്പൊ ഇവിടെ നമ്മൾ പോലെ ഞാൻ വിളിക്കാം. ഏട്ടൻ എപ്പോഴും ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ പോയി ഇടപെടും. ഏട്ടാ എന്ത് പറ്റിയിട്ടോ? എടി എന്ത് ഒരു കുഴപ്പമില്ല. ചേട്ടൻ പറഞ്ഞ ചേട്ടന്റെ കൈയും കാലൊക്കെ ഒടിഞ്ഞെന്ന്. ഓടിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ നിൽക്കോടി. ഓ അപ്പൊ മുറിവൊന്നുമില്ല, അപ്പൊ ചതവാണ്, ഇടിച്ച് ചതച്ച്. ആരളിയാ ചെയ്തത്? എന്തൊന്ന് പറയണ്ട, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അത് വെറുതെ ആവശ്യമില്ല വീട്ടുകാരെ പേടിപ്പിക്കാനായിട്ട്. ഒന്നുമില്ല. ഏയ് കഷ്ടമാണ് കേട്ടാ നിന്റെയൊക്കെ കാര്യം. പാർട്ടിയിലെ അണിയെന്നും പറഞ്ഞ് കൊണ്ട് നടക്കണുണ്ടല്ലോ, എന്നിട്ട് നേരെ അവനെ കൊണ്ട് ഇങ്ങ് വന്നേക്കണ്. അന്തസ്സായിട്ട് ചെന്ന് ചോദിക്കണമായിരുന്നു അവന്റെ മുഖത്ത് നോക്കിയിട്ട്. നിന്നെ കൊണ്ട് അതിന് പറ്റൂലെന്ന് എനിക്കറിയാം. പേടി, അയാളുടെ പണക്കാരനായിരിക്കും, പേടിച്ചിട്ട് അവൻ പോയില്ല. എടാ നീ എന്തറിഞ്ഞിട്ട് പറയണത്? അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലാന്ന്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അവിടെ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞോ പൊട്ടായി. ഓ കൊള്ളാം. ഡേ എവിടെയാണ് പറ, സ്ഥലം പറ, അഡ്രസ് പറ. ഡേ നീ ഒന്ന് നിർത്ത്. അവിടെ പോയി നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയണേ? അവൻ എന്ത് സംഭവിച്ചേ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെ നിൽക്കോടാ? ഓ അത് ശരി. അപ്പൊ ഇവനിപ്പോ ഒന്നും സംഭവിച്ചില്ല. ഇനി അവനെ ഇടിച്ച് തറയെ കിടത്തി റീത്തും കൂടെ വെച്ചാലേ നിങ്ങൾ പാർട്ടിക്കാർ പ്രതികരിക്കുള്ളൂ അല്ലേ? അതിനൊന്നും ഞങ്ങളെ കിട്ടൂല. ഞങ്ങളെ പാർട്ടിയുടെ അണിയിലെ ദേഹത്ത് ഒന്ന് തൊട്ടാൽ മതി, ഞങ്ങൾ അപ്പൊ പ്രതികരിക്കും. പറയളിയാ, നീ അഡ്രസ് പറ. അല്ലെ ചുമ്മാ അതിനു വേണ്ടി ഒന്നുമില്ല ഇവിടെ. വെറുതെ ഒരു കാര്യം ഊതിപ്പിക്കല്ലേ ഞാൻ ചെയ്യാം. ഒന്നുമില്ല. നമ്മളെല്ലാം ഇവിടെ അങ്ങോട്ട് അനശ്വര റോഡില്ലേ, അനശ്വര നഗർ, അതിന് ഓപ്പോസിറ്റ് ചിത്ര നഗറില്ലേ, അവിടെ രണ്ടാമരിക്കുന്നത് മലേശ്വരം രണ്ടാമരിക്കുന്ന വീട്. ഓ ഞാനും അവിടെ നിന്ന് വന്ന് ഓരോരുത്തർ ഓരോ സെക്ഷനല്ലേ പോകുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് അവരോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കാലാവധി കഴിഞ്ഞ് നിങ്ങൾക്ക് വാണിംഗ് തന്നെയല്ലേ, പിന്നെ എന്താ നിങ്ങൾ പൈസ അടയ്ക്കാതെന്ന് ചോദിച്ചു. അപ്പോൾ സൗകര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫീസ് വരാൻ കയറി. ഫീസ് വരാൻ ചെല്ലുമ്പോഴത്തേക്ക് അവർ രണ്ടുകൂടെ അച്ഛനും മോനോടൊന്ന് പിടിച്ച് മാറ്റി പ്രശ്നമായി. ചെറിയൊരു ഉന്തും തള്ളും മാത്രമല്ല, നിങ്ങൾ വിചാരിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അറിഞ്ഞപ്പോ തന്നെ ഓടി എത്തി. നമ്മളൊക്കെ അവിടെ എത്തി, സ്പോട്ടിൽ എത്തി. നമ്മളൊക്കെ ഓടി വന്ന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. സംഭവത്തിലേ ഉള്ളൂ, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പോയി കിടക്ക്. ഇല്ലടാ ഞാൻ പോയിട്ട് ചൂടല്ലേ, വെള്ളം കുടിച്ച് മോര് കുടിച്ചിട്ട് മോരോട്
നീ പേടിക്കാതെ അങ്ങനെ ഒന്നും ഇല്ലാന്നേ. നമ്മൾ പിന്നെന്താ നോക്കാതെ? പോയി കിടക്കടാ ഇച്ചിരി നേരം. അഡ്മിറ്റ് ചെയ്യാൻ പോണ. ഇപ്പൊ ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നെ പോലെ പ്രമുഖനായ ഒരാളിന്റെ അളിയനാണ്. അപ്പൊ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ പ്രതികരിക്കാനുള്ള സമയം കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഏവനായാലും പിടിച്ച് 2 എണ്ണം ഞാൻ ഇന്ന് പൊട്ടിക്കും. കാരണം ഇത് ഇന്നൊരുത്ത ആവർത്തിച്ചാൽ നാളെ വേർത്ത് ആവർത്തിക്കില്ലേ. അതുകൊണ്ട് ഇത് മുളയിലേ നുള്ളണം. ഇതെന്തുപോലെ വെള്ളരിക്കപ്പെടണം? ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മാന്യമായിട്ട് അവന്റെ തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലേ ഈ നാട്ടില്? അതാണ് ചോദിക്കാൻ പറയുന്ന ആളില്ലെന്നാണ് ഇവന്റെയൊക്കെ വിചാരം. പിന്നെ അളിയാ വേറൊരു കാര്യമുണ്ട്. ഈ വിഷയത്തിൽ നമ്മളിപ്പോ ഇടപെട്ടാലുണ്ടല്ലോ, കനക ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നമ്മുടെ പാർട്ടിയിൽ കയറും. അറിയാമോ? അല്ല, എന്റെ ഒരു എന്ന് പറഞ്ഞാൽ അവന് നമ്മുടെ പാർട്ടിയുടെ വിലയും കൂടെ ഒന്ന് അറിയിച്ചു കൊടുക്കണം. അതുകൊണ്ടല്ലേ ഞാൻ മുന്നിട്ട് ഇറങ്ങിയത്. മറ്റേ കമ്പിളിക്കുട്ട ഉണ്ടോ എന്റെ കൂടെ? അതിനിപ്പോ മനസ്സിലായി കമ്പിളിക്കുട്ട ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത്. നിങ്ങൾ വാ വീണോ. ആ സാർ, ഇല്ല, അല്ല അങ്ങനെ വലിയ പ്രശ്നമാക്കണ്ട സാർ അത്. ആ അല്ല, കാരണം വെച്ചാൽ നമ്മളിപ്പോൾ അല്ലല്ല അങ്ങനെ ഉപദ്രവിച്ചൊന്നുമില്ല. അല്ല, വെറുതെ ഇനി ഇതിൻ്റെ പുറകെ നടക്കണം മയ്യ. ആ അല്ലല്ല, അങ്ങനെയല്ല, അത് വെറുതെ എന്തിന് നമ്മൾ അല്ല അങ്ങനെ അവർ വലിയ ഇതൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നുകൂടെ ചെക്ക് ചെയ്യാം സാർ. അത് എന്താ സംഭവിച്ചതെന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ അല്ല അവർ അത്രയും ഉറപ്പിച്ച് പറയില്ലല്ലോ. ഇല്ലല്ല, ബില്ല് കാണിച്ചൊന്നുമില്ല. ആ പക്ഷെ അതിന് മുമ്പ് ചെറിയ ഇതൊക്കെ ആയിട്ടിങ്ങ് വന്നു. ആ കുഴപ്പമില്ല സാർ, എന്തെങ്കിലും ഞാൻ പറഞ്ഞോളാം. അതിനുശേഷം മതി എന്തെങ്കിലും. ശരി, ആയിക്കോട്ടെ. ശരി ശരി. സാറ് സാറാണ് കേസ് കൊടുക്കണം. കേസ് കൊടുക്കാൻ കാരണം നമ്മൾ ജോലി സംബന്ധമായി നിൽക്കുന്ന സമയത്താണല്ലോ. വേണ്ടാന്ന് പറഞ്ഞല്ലോ അല്ലേ? ആ ഞാൻ വേണ്ടെന്ന് സത്യശീലനാ. നീ ഏതെങ്കിലും ഒരു ചില്ലുകൂടിന്റെ ഉള്ളിൽ പോയിരിക്കും, നല്ല പിരിവും കിട്ടും. ഏട്ടന്റെ ഡ്യൂട്ടി അല്ലേ ചെയ്തത്? നീ എന്തിനാ അവര് പിടിച്ച് തള്ളിയത്? അത് ഫീസ് വലിച്ചൂരിന്ന്. വലിച്ചൂരിയതിന് നിന്റെ ജോലിയല്ലേ അത്? ഫ്യൂസ് പറയണത് പൈസ അടയ്ക്കാത്തവരുടെ. അടി അത് തന്നെ. അതിപ്പോൾ സംഭവിച്ചാൽ അവർ വയസ്സായ ഒരാൾ പിന്നെ ഒരു പയ്യനും നമ്മൾ അതിൻ്റെ കിടന്ന് അടി കൂടിയിട്ട് പറഞ്ഞത് അവിടെ പോയി എന്തെങ്കിലും ചെയ്യാന്ന്. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. എന്തായാലും കേസ് കൊടുക്കാം. ഇവിടെ പെണ്ണ ഇതിന്റെ പുറകെ കിടക്കണം. ഇതിന് മാത്രം എല്ലാ ദിവസം പുറകെ കിടക്കണോ? അതിന് അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല. ഇനി കേസ് വന്നാൽ സർക്കാർ ബാധിച്ചോളും. നമ്മൾ അതിന്റെ പുറകെ കിടക്കണ്ടായിരുന്നു. പിന്നെ എന്താ കുഴപ്പം? പിന്നെ ഇത് തലവേദനയാണ്ടി നമ്മൾ വെറുതെ ആവശ്യമില്ല. പിന്നെ ഈ ഉറപ്പായിട്ടും നമ്മളിത് മുമ്പോട്ട് പോകണമെങ്കിൽ അവർ പിന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഒരാളെങ്കിലും പ്രതികരിച്ചിട്ടേ കാര്യമുള്ളൂ. ഓ ഇനിയിപ്പോ പ്രതികരിക്കാം നമ്മൾ. ഇവ എവിടെ പോയിട്ട് വരണത്? സീരിയസ് ആകട്ടോ. നാണം ഉണ്ടോടാ? നാണം നാണം എന്താ നമ്മളിങ്ങനെ കാര്യങ്ങൾ ഇരികളേ. നീ എന്നെ ഇരുത്തണ്ട. കഷ്ടം. എടാ എന്റെ സർക്കാർ ചോദിച്ചു എന്നെ വിളിച്ച് സാറിപ്പ് വിളിച്ച് ചോദിച്ചേ ഉള്ളു കേസ് കൊടുക്കണോന്ന്. ഞാൻ പറഞ്ഞു വേണ്ടത് അല്ലേടി. ഇനി കേസും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. കൊടുക്കേണ്ടത് കൊടുത്ത് ഊരേണ്ടത് ഊരിയിട്ടുള്ളു. എന്തുവാ നിന്നെ ചുരണ്ടിയില്ലേ? നിന്റെ ചുരണ്ടിയെ വേഷം ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഞാനും അൻസാറും നടരാജനും കൂടെ. എന്തിനാ? ഞാൻ ഇപ്പൊ പോയതേ ഒരു പൊതുപ്രവർത്തകനായിട്ടല്ല, നിന്റെ ആളിനായിട്ടാണ് പോയത്. ആ ഇരിക്കുന്ന വലിയ മനുഷ്യൻ അവയില്ലാരുടെ മരുമോനായിട്ട്. ഇതിന് വല്ല കാര്യമുണ്ടോ? അങ്ങനെയല്ല, ഇത് നമ്മുടെ എന്റെ ജോലിയാണിത്. ഞാനാണ് ചെയ്യേണ്ടത്. എന്റെ അളിയൻ ചെയ്യേണ്ട കാര്യം കുടുംബത്തിലുള്ളവർക്കൊക്കെ ചെയ്യാം. ഏട്ടനൊന്നും ചെയ്തില്ലല്ലോ, ക്ലീരോ ചേട്ടനെങ്കിലും ചെയ്യാം. അളിയ സർക്കാർ ഉദ്യോഗസ്ഥൻ ചെന്നിട്ട് ഊരാൻ പറ്റിയ ഊരിയില്ലല്ല. പിടികളിയാ കാണും മോളെ. അങ്ങനെ ഒരു വേറൊരാൾക്ക് പോയി അങ്ങനെ ചെയ്തുകൂടത്. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. സർക്കാർ ഉദ്യോഗസ്ഥ പോയിട്ട് എന്ത് ചെയ്ത് കിട്ടിയെന്ന് മാറ്റുള്ളൂ വന്ന്. നിയമപരമായി തെറ്റാണ് അളിയൻ ചെയ്തത്. നീ നിയമം ഒന്നും ഇവിടെ പഠിപ്പിക്കണ്ട. ഇവിടെ നിയമമൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. ഇവിടെ നാണമാണ്. ഈ ഇങ്ങനൊരു വലിയ മനുഷ്യന്റെ മോനാണ് നീ എന്ന് പറയാൻ കേട്ടാ. പിന്നെ ഇതിപ്പോ ഭയങ്കര പ്രശ്നം. ഇത്തിരി പോകുന്ന ഒരു നരുന്ത് പയലിന് അവിടെ ഇടി വാങ്ങിച്ചോണ്ട് വന്നേക്കണ്. പക്ഷേ ഇനിയേ ഇവന്റെ പേര് മറക്കൂല. ഓരോ ഇടിക്കും കൊടുത്തിട്ടുണ്ട്. കനകൻ കനകൻ എന്ന് പേര് പറഞ്ഞ ഇടിച്ചത്. ഇനി പേടിയുണ്ടോ? മറ്റതെന്താ, നമ്മുടെ കുടുംബത്തിന്റെ നാണക്കേടായി പോയില്ലേ? പിന്നെ അല്ലാതെ. പക്ഷേ കമ്പിളിക്കുട്ടൻ വിചാരിച്ച ഒരു പുല്ലും നടക്കൂല. ഇനി അടുത്ത് എന്തോ കുത്തിത്തിരിപ്പിന് വിളിക്കുകയാണ്. നന്നായി എടുത്തു വെച്ചോ. വെച്ചോളിയാ. ഇനി ഉണ്ടല്ലോ, നിങ്ങൾ ഓഫീസിൽ ഇത് വാങ്ങിക്കാൻ വരുമ്പോ അവനായിട്ട് അങ്ങോട്ട് വട്ടം കറക്കണം. കൊടുക്കരുത് ചുറ്റി ഇങ്ങനെ ഫീസ് കേടാ. എവിടെ ഫീസ് ഊരിയത്? ഊരേണ്ടടുത്തല്ലേ ഊരിയത്.
അളിയ ഇത് ഏത് വീട്ടിൽ നിന്നാ ഊരിയത്? നീ പറഞ്ഞില്ലേ എന്തമ്മേ മറ്റേ നഗർ, ആ നഗറില് നേരെ വലത്തോട്ട് പോയിട്ട് രണ്ടാമത്തെ വീട്. ചിത്ര നഗറില് നാരായണൻ ചേട്ടൻ്റെ വീട്ടുകാരാണ് അളിയത് ഊരിയത്. നമ്മൾ ആരാണ് എന്താണെന്ന് ഇവിടെ കുറെ മാർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാണ്. അനങ്ങി വാടേ. കുറെ നേരമായിട്ട് നടക്കുന്ന വീട് എവിടെ? വീട് വലത് സൈഡിൽ രണ്ടാമത്തെ വീട്. 1, 2. ഇവൻ ചെയ്തെന്നറിയാമോ? ഞാൻ പോയ വീട്ടിലെല്ലാം പോയത്. അതിന് ഓപ്പോസിറ്റ് വേറൊരു വീടുണ്ട്. അവിടെ ഒരു സ്ത്രീയും 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു നരുന്ന് പയ്യനുണ്ട്. ആ പയ്യൻ അടിച്ചിട്ട് അവിടുത്തെ ഫീസ് ഊരിക്കൊണ്ട് വന്നേക്കാം. ആളെ ഒറ്റ കാര്യം മാത്രം എനിക്ക് ചെയ്തു തന്നാൽ മതി. ദേവി അതിങ്ങനെ സ്നേഹിക്കരുത്. പിടി. എന്താണത് ചെയ്. Alien versus Alien.